ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ടൈം സ്റ്റോറീസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹംപിയിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ഇന്നലെ നമ്മൾ വിരുപാക്ഷ ടെമ്പിൾ കണ്ടു, അണ്ടർഗ്രൗണ്ട് ശിവാസ് ടെമ്പിൾ കണ്ടു, ലോട്ടസ് മഹൽ, പിന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കല്ല് കട്ട് ചെയ്യുന്ന വിധമൊക്കെ നമ്മൾ ഇന്നലെ ഹംപിയിൽ കണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട്. ഞാൻ ഉദ്ദേശിക്കണേ നമ്മുടെ ഹനുമാൻ ടെമ്പിൾ, വർഷങ്ങൾക്ക് മുമ്പ് ഹനുമാൻ ജനിച്ച സ്ഥലമുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ക്വീൻസ് ബാത്ത് എന്ന് പറഞ്ഞ മറ്റു ഹൈലൈറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഹാംബി സിറ്റിയിൽ ഒരു അടിപൊളി ടെമ്പിൾ ഉണ്ട്. പിന്നെ ഇവിടുത്തെ റിവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് കാണാനുണ്ട്. സോ ഗൈസ്, ലെറ്റ്സ് നോട്ട് വേസ്റ്റ് അവർ ടൈം ഹിയർ. നമുക്ക് നേരെ റോഡിലേക്ക് പോയിട്ട് ബൈസിക്കിളിൽ തന്നെ ഹംപിയിലെ മറ്റു ഹൈലൈറ്റ്സ് നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ നൗ. ಹಂಪಿ ಬಹಳ ಚೆನ್ನಾಗಿದೆ, ಅಭಿಯಾಮಿ ಸಂಗೀತ ಬಹಳ ಚೆನ್ನಾಗಿದೆ, ಹಂಪಿ ಸೌಂದರ್ಯ ಚೆನ್ನಾಗಿದೆ, ಸ್ನೇಹಿತರು ಚೆನ್ನಾಗಿದೆ, ಸ್ನೇಹಿತರು ಚೆನ್ನಾಗಿದೆ. ಹಂಪಿ ಬಹಳ ಚೆನ್ನಾಗಿದೆ, ಅಭಿಯಾಮಿ ಸಂಗೀತ ಬಹಳ ಚೆನ್ನಾಗಿದೆ, ಹಂಪಿ ಸೌಂದರ್ಯ ಚೆನ್ನಾಗಿದೆ, ಸ್ನೇಹಿತರು ಚೆನ್ನಾಗಿದೆ, ಸ್ನೇಹಿತರು ಚೆನ್ನಾಗಿದೆ. Happy, happy. Awesome, mate. Great. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എലിഫന്റ് സ്റ്റേബിളിന്റെ വെളിയിലാണ്. ഇവിടെ സ്പെഷ്യൽ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്. ഫോറിനേഴ്സ് ടിക്കറ്റ് 600 രൂപയാണ്, ഇന്ത്യൻസിന് 40 റുപ്പീസ്. പ്ലസ് ക്യാമറയ്ക്ക് സ്റ്റിൽ ക്യാമറ ഫ്രീ ആണ്, വീഡിയോ ക്യാമറയ്ക്ക് 25 റുപ്പീസ്. ഇവിടുത്തെ മറ്റു ഹൈലൈറ്റ് ആണ് എലിഫന്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ ആനപ്പന്തി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. അതായത് വിജയനഗര എംപയറിൽ അവരുടെ ശരിക്കും വെൽത്ത് എന്ന് പറയുന്നത് ആന, കുതിര അങ്ങനെയുള്ള മൃഗങ്ങളായിരുന്നു. അപ്പം ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇതായിരുന്നു ആനയെ കെട്ടാൻ വേണ്ടിയിട്ടും ആനപ്പാപ്പന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടും അവർ ഒരുക്കിയിരുന്ന സ്ഥലങ്ങൾ. അതിൽ 5 ആനേനെ ഒരു സൈഡിലും 5 ആനേനെ മറ്റു സൈഡിലുമായിരുന്നു അവർ വളർത്തിക്കൊണ്ടിരുന്നത്. അതിനൊപ്പം തന്നെ മിഡിൽ കാണുന്ന പോർഷൻ എന്ന് വെച്ചാൽ അത് അന്ന് കാലത്ത് ഇവിടെ ഒരു വെള്ള എലിഫൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. ആ വെള്ള എലിഫൻറ്റിനെ അതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തിയായിരുന്നു ഇവിടെയായിരുന്നു അവർ നിർത്തിയിരുന്നത്. അതുകൊണ്ടാണ് ആ വലിയൊരു ഏരിയ വൈറ്റ് എലിഫൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നത്. അതായത് നമ്മുടെ മൈസൂർ സൂവിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു വെള്ള പുലിയെ പോലെ തന്നെ വെള്ള ആന ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം. നമ്മുടെ കേരളത്തിലെ ആനേനെ തെങ്ങിൻചോട്ടി കെട്ടിക്കൊണ്ടിരുന്ന പോലെ അല്ല ഇവിടെ. ശരിക്കും പറഞ്ഞാൽ എലിഫൻറ്റ് സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വൃത്തിയായിട്ട് കല്ലുകൊണ്ട് കെട്ടിയ കൊട്ടാരം തന്നെയാണ് ആനയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ആനയ്ക്ക് മാത്രമല്ല, ആനകളെ താമസിപ്പിക്കുന്ന ആനകളെ നോക്കുന്ന മഹൂഡ്സിന്, അതായത് ആനപ്പാപ്പന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരിടവും ഇതിലൂടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നാൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെയായിരുന്നു കുതിരേനെ കെട്ടിയിരുന്ന സ്ഥലം. കുതിരയെ കെട്ടിയിരുന്ന സ്ഥലവും കുതിരേനെ നോക്കുന്ന ആൾക്കാരും താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. അപ്പം ആനപ്പന്തം എന്ന് പറഞ്ഞ സംഭവം കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ്. മറ്റൊന്നുമല്ല, കേരളത്തിലെ റോയൽ ഫാമിലിക്കും പണ്ടത്തെ കാലത്ത് എല്ലാ വീടുകളിലും ആനയ്ക്ക് താമസിക്കാനുള്ള സ്ഥലവും പാപ്പാന് താമസിക്കാനുള്ള സ്ഥലവും വളരെ പ്രസിദ്ധമായൊരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ വിജയനഗര എംപയറും ഇതിനുവേണ്ടി ഭയങ്കര ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു എംപയറായിരുന്നു വിജയനഗര എംപയർ. ഈ ആനകളുടെയും കുതിരകളുടെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആ വാച്ച് ടവർ ഉണ്ടാക്കിയേക്കണേ. ആനകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ച്മാൻമാർ അവിടെ തീയിട്ടിട്ട് ഇവിടെ മൊത്തം ഒബ്സർവ് ചെയ്യായിരുന്നു. ഇനി ശത്രുരാജ്യത്തിൽ നിന്ന് വരുന്ന ആരെങ്കിലും ഇവിടെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എലിഫന്റ് സ്റ്റേബിളിൻ്റെ കിഴക്കുവശത്തായിട്ട് ഒരു ഗംഗാ ടെമ്പിൾ ഉണ്ട്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 18 പില്ലേഴ്സ് ഉണ്ട് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സമയമുണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇത് ഹംപിയിലെ മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഇതിൻ്റെ പേരാണ് ക്വീൻസ് ബാത്ത്. ക്വീൻസ് ബാത്ത് എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂള്, അതായത് അന്നത്തെ രാജകുമാരിമാർക്ക് വേണ്ടിയിട്ട് രാജാവ് പണിത് കൊടുത്ത നീന്തൽക്കുളം എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. വാ.
ഇതാണ് റാണിമാരുടെ നീന്തൽക്കുളം. നല്ല മനോഹരമായ കൊത്തുപണികളാണ് ഇതിന് ചുറ്റും ചെയ്തു വെച്ചേക്കുന്നത്. എനിക്ക് തോന്നണേ ഇവരിത് ഉപയോഗിച്ചിരിക്കുന്നത് കല്ലും മണലും എഗ് വൈറ്റും ലൈം ഷെല്ലും ഉപയോഗിച്ചിട്ടാണ് ഇത് മെയിനായിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കണേ. ആ കാണുന്ന കൽപ്പടവുകൾ കണ്ടോ, അതിനാണ് രാജകുമാരി ഇറങ്ങി വന്നതെന്ന് ഇവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ചുറ്റും ഒരു ചെറിയ വാട്ടർ ടാങ്ക് പണിത് വെച്ചിട്ടുണ്ട്. മറ്റൊന്നിനുമല്ല, സെക്യൂരിറ്റി റീസണിന് വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാം അറിയുന്നതല്ല, 1300 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളം കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. അടുത്തുള്ള റിവറുകളിൽ നിന്നോ പാടി ഫീൽഡുകളിൽ നിന്നുമാണ് ഇവിടെ ജലം കൊണ്ടുവന്നിട്ടിരുന്നത്. ജലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ട്രാക്കാണിത്. അതായത് പൈപ്പ് പോലെ തന്നെ റോക്ക് കട്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന ഒരു ചാലാണിത്. ഇതിനകത്തൂടെ വെള്ളം കൊണ്ടുവന്നിട്ട് ആണ് ഇത് ഫില്ല് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ രാജകുമാരിമാര് ഇന്നത്തെ രാജകുമാരിമാരൊക്കെ സ്മാർട്ടായിരുന്നു. കാരണം ഈ കുളത്തിന് ഏകദേശം 15 അടിയോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും അവർക്ക് സ്വിമ്മിങ് അറിയാമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇത് ഹാംപിയിലെ മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഇതിൻ്റെ പേരാണ് റോയൽ എൻക്ലോഷർ എന്നാണ് അറിയപ്പെടുന്നത്. റോയൽ എൻക്ലോഷറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് റോയൽ ഫാമിലീസിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ സ്റ്റേഡിയം ഉണ്ട്. ഉള്ളിൽ ഒരു സ്റ്റേജ് തന്നെയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലും വേറൊരു വാട്ടർ കളക്ഷനുണ്ട്. സ്റ്റെപ്പ് വെൽ ടാങ്ക് പോലത്തെ ഒരു വാട്ടർ കളക്ഷൻ കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാം, ഇവിടെ ശരിക്കും പറഞ്ഞാൽ കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് വന്നാലും വായിച്ചെടുക്കാനുള്ള സ്ക്രിപ്റ്റ് ഓൾറെഡി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. യുനെസ്കോ സൈറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾക്ക്. ഇതാണ് റോയൽ എൻക്ലോഷർ എന്നറിയപ്പെടുന്ന സ്ഥലം. അതായത് വേറൊന്നുമല്ല, ഇതൊരു സ്റ്റേജാണ് ഇവിടുത്തെ. അതായത് റോയൽ ഫാമിലീസിൽ ഡാൻസ് ഫംഗ്ഷനും സിംഗിങ്ങും കാര്യങ്ങളെല്ലാം രാജാവ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. ഇവിടെയുള്ള കാർവിങ്സിൽ കൂടുതലും ഉണ്ടാക്കിയേക്കുന്നത് സോപ്പ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ്. സോപ്പ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ മണ്ണിനടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന ഒരു കല്ലായിരുന്നു സോപ്പ് സ്റ്റോൺ. മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് കഴിയുമ്പം നമ്മുടെ ഏകദേശം ഒരു സോപ്പിൻ്റെ പരിവാണ് ഈ സാധനം. അതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും കാർവ് ചെയ്തെടുക്കാം. കാർവ് ചെയ്തിട്ട് ഇത് ഓപ്പൺ എയറിൽ വെച്ച് ഇത് സൂര്യഘാതം ഏറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സോപ്പ് സ്റ്റോൺ ഹാർഡായിട്ട് ഇത് ഇതേപോലെ നല്ല ശരിക്കുള്ള കല്ല് പോലെ ആയിത്തീരും. അതുകൊണ്ടാണ് ഇത്ര ഫൈനായിട്ട് ഇതിൻ്റെ ഓരോ ആർട്ട് വർക്കുകളും അവർക്കത് ചെയ്യാൻ പറ്റിയേക്കണേ. ഇത് ഏകദേശം 1300ഓളം വർഷങ്ങൾ പഴക്കമുള്ള കാർവിങ്സ് ആണ് ഇതെല്ലാം. പക്ഷെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇപ്പോഴും യുനെസ്കോ റെസ്റ്റോർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിവിടുത്തെ മറ്റൊരു ഹൈലൈറ്റാണ്. സ്റ്റെപ്പ് വെൽ എന്നാണ് ഈ സാധനം അറിയപ്പെടുന്നത്. സ്റ്റെപ്പായിട്ട് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു കുളമാണിത്. ഇവിടെ ജലം കൊണ്ടുവരുന്നത് ഇതാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പൈപ്പ് പോലെ തന്നെ കല്ല് വെട്ടിക്കീറി എടുത്തേക്കുന്ന ഒരു സ്ഥലമാണിത്. പണ്ട് കാലങ്ങളിലും ഇപ്പോഴും ഹാംപിയിൽ കല്ല് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. കല്ലിൽ ആദ്യം
ഉളി കൊണ്ട് അടിച്ചൊരു ഹോൾ ഉണ്ടാക്കുക. അതിൻ്റെ ഉള്ളിൽ ചൂടുവെള്ളം ഒരു തടി കഷ്ണം അടിച്ച് കയറ്റിയിട്ട് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഒഴിച്ച് ആ തടി എക്സ്പാൻഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കല്ല് പൊട്ടിക്കിട്ടും. അങ്ങനെയാണ്, അതായത് 7-ാം നൂറ്റാണ്ട് മുതൽ ഇവിടുത്തെ ജനങ്ങൾ കല്ല് പൊട്ടിക്കുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ക്വീൻസ് ബാത്തിൻ്റെ എലിഫൻറ്റ് സ്റ്റേബിളിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസും ടീ കോഫി ചെറിയ തരത്തിലുള്ള സ്നാക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ചായ ഭയങ്കര ഷോക്കാണ്, പക്ഷേ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഓക്കെ. പിന്നെ ഐസ്ക്രീമും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടി നമുക്ക് ഇടണം, എന്നിട്ട് എൻട്രൻസിൽ പോയിട്ട് അവിടെ ടിക്കറ്റ് എടുക്കണം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ക്യാമറയ്ക്കും ആൾക്കാർക്കും പ്രത്യേക ടിക്കറ്റുകളുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ യുവർ സപ്പോർട്ട്. ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ് കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് നമുക്ക് വേണ്ട ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താൻ കഴിയും. സോ ദിസ് ഇസ് ആനോ ജെയിംസ് സൈനിങ് ഓഫ് ഫ്രം ട്രാവൽ ടൈം സ്റ്റോറീസ്. അപ്പോൾ നാളെ വീണ്ടും ഹംപിയിൽ ഒന്നുകൂടി കാണാം. സോ ബൈ ഫോർ നൗ.